ഇന്ന് നമ്മളെടുക്കുന്ന ടോപ്പിക് ഇന്ത്യയിലെ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തെക്കുറിച്ചാണ്. ഓക്കെ, അപ്പം ഈ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്തെടുക്കാം, എങ്ങനെയാണ് ഫോറിൻ ക്യാപിറ്റലിലേക്ക് വരിക, എങ്ങനെയാണ് അത് അപ്രീസിയേഷൻ ഉണ്ടാക്കുക, വരുമ്പോൾ പോകുമ്പോൾ ഡിപ്രീസിയേഷൻ ഉണ്ടാക്കുക, എങ്ങനെയാണ് RBI അതിനെ മാനേജ് ചെയ്യുന്നത്, ഇക്കോണമിയിൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഡിഗ്രി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചുള്ള അവർ പഠിക്കുന്നുണ്ട്. ഫിക്സഡ്, ഫ്ലെക്സിബിൾ, അല്ലെങ്കിൽ ഫ്ലോട്ടിങ്, പിന്നെ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പഠിക്കാറുണ്ട്. പക്ഷേ ഒരു തിയറട്ടിക്കൽ ലെവലില്ല. നമ്മളൊരല്പം കൂടെ പ്രായോഗിക ലെവലിൽ പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള പല ചോദ്യങ്ങൾക്കും, നമ്മുടെ മനസ്സിൽ വരുന്ന പല ചോദ്യങ്ങൾക്കും നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഈ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ്? ദി എക്സ്ചേഞ്ച് റേറ്റ് ഹാസ് എ ബിഗ് ഇൻഫ്ലുവൻസ് ഓൺ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സിറ്റുവേഷൻ ഫോർ എവരി ഇക്കോണമി. അതാണ് നമ്മളത് ട്രേഡും ഇൻവെസ്റ്റ്മെൻറ്റിലും ഭയങ്കര സ്വാധീനമുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോൾ കാണും. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് റേറ്റ് ത്രൂ വിച്ച് പ്രൈസസ് ഓഫ് ഡൊമസ്റ്റിക് ഗുഡ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ദി ഫോറിൻ മാർക്കറ്റ് ആൻഡ് പ്രൈസ് ഓഫ് ഫോറിൻ ഗുഡ്സ് ആർ ഇൻഡിക്കേറ്റഡ് ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്. അപ്പോൾ ഇതാണ് എക്സ്ചേഞ്ച് റേറ്റിൻ്റെ പ്രത്യേകത. നമുക്ക് വിദേശത്ത് നിന്ന് ഒരു ക്യാമറ മേടിക്കാമെന്ന് വിചാരിച്ചു. $1000 ക്യാമറ, $1000 ക്യാമറ ഉണ്ട് കേട്ടോ. $1000 വളരെ എത്രയുണ്ട്, 75,000 രൂപയേ ഉള്ളൂ. 75,000 രൂപയുടെ ക്യാമറ എന്ന് പറഞ്ഞാൽ തീരെ ചെറുതാണ്. ഒരു ക്യാനൻ്റെ ഒരു മാർക്ക് 4 എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഓരോന്ന് മറന്നു കേട്ടോ. ചില 90D എന്ന് പറഞ്ഞൊരു ക്യാമറ ഉണ്ട്, ഭയങ്കര നല്ല, ഞാൻ മേടിക്കണമെന്ന് ആഗ്രഹിച്ചത് 90D. അപ്പോൾ നമുക്ക് $1,000 ഒരു ക്യാമറ വേണമെങ്കിൽ 75,000 രൂപ നമ്മൾ മനസ്സിലാക്കുന്നത് $1 75 രൂപയെന്ന് അറിയുമ്പോഴാണ്. മനസ്സിലായാലോ? ഒരു സെക്കൻഡേ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇതാണ് ഈ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ സിഗ്നിഫിക്കൻസ്. അപ്പോൾ നമ്മൾ വിദേശത്തെ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇറ്റ് ഈസ് ത്രൂ ദി പ്രിസം ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. സോ എക്സ്ചേഞ്ച് റേറ്റ് എക്സ്പ്രസ്സസ് ദ പ്രൈസസ് ഓഫ് ഫോറിൻ കമ്മോഡിറ്റീസ് ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇത് പ്രൈസസ് ഓഫ് വാട്ട്, പ്രൈസസ് ഓഫ് ഫോറിൻ കമ്മോഡിറ്റീസ്. അപ്പോൾ ഇതൊരു ഭയങ്കര നിസ്സാരം. അപ്പോൾ 75,000 രൂപയാകുമോ ഒരു ക്യാമറ നമ്മൾ ഇവിടെ മേടിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോൾ. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ ഫോറിൻ കമ്മോഡിറ്റി which is produced in a foreign country definitely, and its price usually expressed in for that country's currency, and we are expressing it in our currency, so 75k. So that is the functionality of an exchange rate. Okay, so exchange rate depicts the price of a foreign commodity in the domestic market and the price of what, domestic commodity in the international market. ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു കിലോഗ്രാം ബസുമതി റൈസ്. ബസുമതി റൈസ് എന്ന് പറഞ്ഞൊരു ഭയങ്കര സംഭവമാണല്ലോ, ബിരിയാണിക്കൊക്കെ തരുന്നത് കുറച്ചൊക്കെ ബസുമതി റൈസ്. 1 കിലോഗ്രാം ബസുമതി റൈസിന് 150 രൂപയാണെന്ന് വിചാരിക്കുക. 150 രൂപയെന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ വില എത്രയാണ് വിദേശി മനസ്സിലാക്കുന്നത് $2 ശരിയല്ലേ? സോ ദ പ്രൈസസ് ഓഫ് ദി ഡൊമസ്റ്റിക് കമ്മോഡിറ്റീസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ദി ഫോറിൻ മാർക്കറ്റ് only through exchange rate, and similarly the prices of foreign commodities are expressed in the domestic market through the exchange rate. So exchange rate is the prism through which you can understand what the price of foreign commodity in India or in the Indian rupee times, or the price of the Indian commodities in the foreign market. So that much important. So that influences the influences trade. Let me delete this part. Delete it. Okay, നമ്മുടെ അന്നേരം പോയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ട്രേഡിനെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് $1 is equal to ₹75. നമ്മൾ ആ സ്റ്റാറ്റിക് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്, ഡോളറിൻ്റെ വില കുറഞ്ഞപ്പോഴത്തേക്ക് 75 രൂപയിൽ നിന്ന് 50 രൂപയിലേക്കായി. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ 75,000 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന സാധനത്തിന് ഇപ്പം നമ്മൾ 50,000 രൂപ കൊടുത്താൽ മതി അതിനർത്ഥം. സോ ദാറ്റ് ദർ ഈസ് എ ഹയർ ടെൻഡൻസി ഫോർ us people, for Indian people to purchase a foreign commodity because it becomes cheap. It's cheap, not just they have reduced their price, but because the exchange rate has came down. Okay, അതിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ നോക്കണം. നമ്മൾ വിദേശത്ത് നിന്ന് മേടിക്കുന്ന ക്യാമറയ്ക്ക് ഇപ്പോഴും $1,000 തന്നെയാണ്, ശരിയല്ലേ? കുറഞ്ഞോ? ഇല്ല, $1,000. പിന്നെ എങ്ങനെയാണ് 75,000 രൂപയെന്ന് 50,000 രൂപയ്ക്ക് ഒരു ഡോളർ, നമ്മൾ മേടിക്കുന്ന ക്യാമറയുടെ വില കുറഞ്ഞ് only because of the change in the exchange rate from 75 rupees to 50 rupees. So it becomes an incentive for the Indian people to purchase more and more foreign camera, or not just the camera, similarly other commodities as well, because your affinity, tendency to import or to purchase foreign commodity will go up when the exchange rate decreases, or when the
വാല്യൂ ഓഫ് ദി ഡൊമസ്റ്റിക് കറൻസി അപ്രീഷിയേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ബേസിക്കായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളത് ഒന്നും കൈവിടാതെ അതൊന്നും മറക്കാതെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. നിങ്ങൾ ആ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, ഈ ഇന്ത്യൻ ഇക്കോണമി മാത്രമല്ല, തിയറിറ്റിക്കൽ പേപ്പർ ഇൻ്റർനാഷണൽ ട്രേഡ് വിച്ച് യു ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ദി 4th സെം. സോ ഓൾ ദോസ് റിക്വയർ ദീസ് ബേസിക്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എക്സ്ചേഞ്ച് റേറ്റ് $1.75 50 പോയി. നമ്മൾ എക്സ്ചേഞ്ച് റേറ്റിനെ എങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? നമ്മൾ $1.75. ഐ ടോൾഡ് യു ദാറ്റ് യു ഹാവ് ടു കൺസിഡർ ദ പ്രൈസ് ഓഫ് ഡോളർ ആസ് ലൈക്ക് ദി പ്രൈസ് ഓഫ് ആപ്പിൾ. സോ എനി അതർ കമ്മോഡിറ്റി. സോ ഇൻ ദിസ് then only you can understand the way in which the exchange rate influences the tendency of the people to import more commodities or to purchase foreign commodities, or similarly the tendency of the foreigners to purchase Indian commodities, when the way in which our exports goes up. ഓക്കെ, അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വരുന്നത് ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയാം. 75 50 പോകുമ്പോൾ എന്താണ് നമ്മൾ സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അതിൻ്റെ കാര്യം പിടികിട്ടിരിക്കണം. നമ്മൾ നേരത്തെ $1 75 കൊടുക്കണമായിരുന്നു. ഇപ്പോൾ $1 നമ്മൾ എത്ര കൊടുത്താൽ മതി? $1 50 കൊടുത്താൽ മതി. സോ $50 കൊടുത്താൽ മതിയെങ്കിൽ കുറഞ്ഞ $1 കൊടുത്താൽ മതി, കുറഞ്ഞ രൂപ കൊടുത്താൽ മതി $1 ഡോളർ കൊടുത്തിട്ട് നമ്മൾ കിട്ടുന്ന എല്ലാ കമ്മോഡിറ്റിക്കും എന്ന് പറഞ്ഞാൽ വിദേശത്തെ എല്ലാ കമ്മോഡിറ്റിക്കും വില കുറഞ്ഞു. ശരിയല്ലേ? 33% കണ്ട് ഡോളറിൻ്റെ വില കുറഞ്ഞു. സോ 33% കണ്ട് എല്ലാ കമ്മോഡിറ്റിയുടെയും വില കുറയും. കമ്മോഡിറ്റിയുടെ വില അവിടെ കുറച്ചാണോ? അല്ല, കമ്മോഡിറ്റിയുടെ വില ഇറ്റ് റിമീൻസ് $1,000. ഐ ടോൾഡ് യു. ബട്ട് സിൻസ് ദ പ്രൈസ് ഓഫ് ഡോളർ കേം ഡൗൺ ഫ്രം $75 per dollar to $50 per dollar, accidentally, automatically the domestic price or the what we can say value that we have to give for the foreign commodity has came down. So that much significance is this exchange rate. $1 is equal to $75. Okay, and it became $1 is equal to $50. Okay, so this is called tendency. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് നടന്നത്? ഇവിടെ നടന്നത് നമുക്കറിയാം. നമ്മുടെ കറൻസി കുറച്ച് കൊടുത്താൽ മതി, കുറച്ച് കൊടുത്താൽ മതി, നമ്മുടെ കറൻസിയുടെ വില കൂടിയെന്നാണ് അർത്ഥം. ഓട്ടോമാറ്റിക്കലി ഡോളറിൻ്റെ വില കുറഞ്ഞെന്ന് നമുക്കറിയാം. 75 50 കുറഞ്ഞു എന്ന് നമുക്കറിയാം. അതിപ്പോൾ ആരൊന്നും പറയണ്ട, നമുക്കറിയാം, ഒരു കോമൺ സെൻസ്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ രൂപയുടെ വില കൂടി. അപ്പോൾ രൂപയുടെ വില കൂടുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അപ്രീസിയേഷൻ. ഓക്കെ, നെവർ ഫോർഗെറ്റ് ദാറ്റ് ദിസ് മൂവ്മെൻറ്റ് ഫ്രം $75 per dollar to $50 per dollar ഈസ് ദ ഫിനോമിനൻ ഓഫ് അപ്രീസിയേഷൻ ഓഫ് റുപ്പി. ഓക്കെ, ഒരു സെക്കൻഡ്, ഒരു കുട്ടി വിളിക്കുന്നുണ്ട്. ഡിഗ്രിയുടെ പ്രോജക്റ്റിൻ്റെ അവനെ ഞങ്ങൾ ഒന്ന് റിസീവ്. ഓക്കെ, ഇപ്പോൾ കിട്ടിയില്ലോ അല്ലേ? ഞാൻ ഇടയ്ക്ക് ചോദ്യം ഇന്ന് സ്പീക്കറൊന്നുമില്ല. എൻ്റെ സിസ്റ്റത്തിലെ ഇൻറ്റേർണൽ സ്പീക്കർ പോയി. ഇൻറ്റേർണൽ സ്പീക്കർ ഉണ്ട്, പക്ഷേ ഉണ്ടല്ലോ ചിലപ്പോൾ മാത്രമേ അതങ്ങ് പ്രവർത്തിക്കുകയുള്ളൂ. ചിലപ്പോൾ സെറ്റപ്പാണ്, അത് കുറേ കഴിയുമ്പോഴത്തേക്കും ഓഫായിപ്പോൾ. അപ്പോൾ ഞാൻ ഇൻറ്റേർണൽ സ്പീക്കർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഡെസ്ക്ടോപ്പിൻ്റെ ഇൻറ്റേർണൽ സ്പീക്കർ എൻ്റെ സ്ക്രീനിലാണ് വെച്ചേക്കുന്നത്. അത് നമുക്ക് ഊരി നന്നാക്കാനൊക്കെ പാടാം. ഇനി ഒരു എക്സ്റ്റേണൽ സ്പീക്കറും ഫിറ്റ് ചെയ്യണം. അതിന് ഭയങ്കര വിലയാണ്, ഒരു 10,000-2,500 രൂപയായിരിക്കും. അപ്പം അങ്ങനെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഡൻസ് എടുക്കുമ്പോഴും ഡിഗ്രി പ്ലെയർ അറ്റൻഡൻസ് എടുക്കുമ്പോഴും എനിക്ക് കേൾക്കാൻ പറ്റാതിരിക്കും. ഓക്കെ, സോ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾ ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കണം. സോ ഓൾ ദീസ് തിങ്സ് യു കനോട്ട് ഗെറ്റ് ദീസ് ബേസിക് തിങ്സ് ഫ്രം ദി ടെക്സ്റ്റ് ബുക്ക്. ഒരു കാരണവശാലും കിട്ടില്ല. നിങ്ങളുടെ സംശയങ്ങൾ മാറിയോ ഒന്നും കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ $75 $50 പോകുമ്പോൾ അതിനെ നമ്മൾ അപ്രീസിയേഷൻ എന്ന് പറയും. സോ വാട്ട് ഈസ് അപ്രീഷിയേറ്റിംഗ്? ദ റുപ്പി ഈസ് അപ്രീഷിയേറ്റിംഗ്. Because we are expressing appreciation, all such things from the angle of our currency. Okay, rupees appreciation. ഇനി appreciation എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടെക്നിക്കലി ലിറ്ററൽ മീനിങ് എന്താണ്? അപ്രീസിയേഷൻ മെച്ചപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ രൂപയുടെ വില മെച്ചപ്പെട്ടു. നേരത്തെ 75 രൂപ ഇപ്പോൾ 50 രൂപ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാകുമ്പം നമ്മൾ പറഞ്ഞ് ഇങ്ങനെയാണ് വിദേശത്തുള്ള സാധനങ്ങളെല്ലാം വില പറയും നമ്മളെ സംബന്ധിച്ചോളം. അതേസമയം വിദേശികളെ സംബന്ധിച്ചോളം എന്ത് സംഭവിക്കും? നേരത്തെ $1 75 രൂപയുടെ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് $1 50 രൂപയുടെ സാധനങ്ങളെ കിട്ടുള്ളൂ. നേരത്തെ $1 1/2 കിലോ ബസുമതി റൈസ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ $1 330 ഗ്രാം അത്രയല്ലേ കിട്ടുള്ളൂ? ഇല്ലേ, അത്രയല്ലേ കിട്ടുള്ളൂ. അത്രയും ബസുമതി റൈസേ കിട്ടുള്ളൂ അല്ലേ? ആ 330 ഗ്രാമേ കിട്ടുള്ളൂ. കാരണം 1 കിലോ ബസുമതി റൈസിന് 150 രൂപയായിരുന്നു. അപ്പോൾ നേരത്തെ 1/2 കിലോ കിട്ടുമായിരുന്നു $1. ഇപ്പോൾ എത്ര കിട്ടും? 330 ഗ്രാമേ കിട്ടുള്ളൂ. ഗ്രാമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതേ സംബന്ധിച്ചോളം അത് വിദേശികളെ സംബന്ധിച്ചോളം നഷ്ടം. അവരെന്ത് അറിയോ? അവർ ഇന്ത്യയുടെ സാധനങ്ങൾ മേടിക്കില്ല. അപ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ട് പറയും. അതേസമയം വിദേശികളുടെ സാധനം നമുക്ക് ചീപ്പായിട്ട് കിട്ടും, നമ്മുടെ ഇമ്പോർട്ട് പോകും. മനസ്സിലായല്ലോ? സോ വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ആൻ അപ്രീസിയേഷൻ? വി കെയിം ടു നോ ദാറ്റ്. ഓക്കെ, അപ്രീസിയേഷൻ വെൻ ഇറ്റ് ഈസ് good if you look as an Indian citizen.
ഓക്കെ, ഒരു ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ പ്രൈഡിൻ്റെ ആംഗിൾ, നമ്മുടെ അഭിമാനത്തിൻ്റെ ആംഗിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര നല്ലതാണ്. കാരണം 75 രൂപ ഉണ്ടായിരുന്ന ഒരു ഡോളർ നമ്മൾ 75 രൂപ, ഇപ്പോൾ നമുക്ക് 50 രൂപ കൊടുത്താൽ മതി, നമ്മുടെ കറൻസിയുടെ വില കൂടി എന്ന് പറയും. പക്ഷേ ആക്ച്വലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ദി ഇന്ത്യൻസ് വിൽ ഇമ്പോർട്ട് മോർ ഫോർ കമ്മോഡിറ്റീസ്. അവർ ഇമ്പോർട്ട് വിൽ ഗോ അപ്പ്. ഓക്കെ, അറ്റ് ദി സെയിം ടൈം എക്സ്പോർട്ട് വിൽ കം ഡൗൺ. Export will go up എന്നാണ് പറയുന്നത്. Export will come down. So is this a good situation? It is not a good situation. Okay, because our income is falling. Whenever export is falling, our income is falling. Because wait a second, മനീഷേ, അപ്പോൾ നമ്മുടെ എക്സ്പോർട്ട് എന്ത് ചെയ്തു? എക്സ്പോർട്ട് കുറയുന്നു എന്നുള്ളതല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ ഈ സെറ്റപ്പ് എല്ലാം ചെയ്ത് വെച്ചേക്കുന്നത് എന്തിനാണ്? നമുക്ക് കൂടുതൽ എക്സ്പോർട്ട് നടത്തണം അല്ലേ? എക്സ്പോർട്ട് നടത്തണം. എക്സ്ചേഞ്ച് റേറ്റ് വല്ലതും അത്ര പ്രധാനപ്പെട്ടാണ്. നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫുട്ബോളിൻ്റെ അത് അൾട്ടിമേറ്റ് ലക്ഷ്യം ഗോൾ അടിക്കുന്നത്. അപ്പോൾ ബോൾ പൊസഷനിലല്ലോ ഗോൾ അടിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് കൂടുമ്പോൾ നമ്മൾ എന്ത് കൂടി? ഇൻകം കൂടി. അതിനല്ലേ നമ്മൾ ഈ മുഴുവൻ അറേഞ്ച്മെൻറ്റ് നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ 75 നിന്ന് 50 പോകുമ്പോൾ നമ്മുടെ എക്സ്പോർട്ട് കുറഞ്ഞു പോയെങ്കിൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് നഷ്ടം. നമ്മുടെ ഇമ്പോർട്ട് കൂടിയെങ്കിൽ എൻ്റെ അർത്ഥം വിദേശികൾക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന അവരുടെ സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ അവർക്ക് പൈസ കൊടുക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. സോ റിമെമ്പർ ദി സിഗ്നിഫിക്കൻസ് ഓർ ദി ഇംപ്ലിക്കേഷൻ ഓഫ് ആൻ അപ്രീസിയേഷൻ ഓഫ് ദി കറൻസി. അപ്രീസിയേഷൻ മേക്സ്. സോ അപ്രീസിയേഷൻ മേക്ക്, ഞാൻ ഇവിടെ ചുമ്മാ എഴുതാം. എന്താണ് അപ്രീസിയേഷൻ മേക്സ്? അപ്രീസിയേഷൻ ചുമ്മാ ഇവിടെ എഴുതുവാണ്. അപ്രീസിയേഷൻ മേക്സ് ഫോറിൻ കമ്മോഡിറ്റീസ്. നിങ്ങൾ ഓർത്ത് ഫോളോ ചെയ്യണം കേട്ടോ. അവിടെ വെറുതെ ഇരിക്കരുത്. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. അടുത്ത ദിവസം തന്നെ ചോദ്യങ്ങൾ ചോദിക്കും. വരുന്നവരോടും വരാത്തവരോടും എല്ലാം ചോദിക്കും. ഞാൻ സ്പീക്കറെല്ലാം സെറ്റപ്പ് ആക്കി വെക്കും. അവിടെ ഞാൻ ചോദ്യങ്ങളും ചോദിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. മെല്ലും പോയി കേട്ടോ ചോദ്യം ചോദിക്കുന്നത്. മെല്ലിനോട് ഞാൻ പറയാൻ ചോദിച്ചോളാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഫോറിൻ കമ്മോഡിറ്റീസ്. അപ്രീസിയേഷൻ മേക്സ് ആട്ടോ ഉദ്ദേശിക്കുന്നത്. ഫോറിൻ കമ്മോഡിറ്റീസ് ചീപ്പർ ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്. ചുമ്മാ ടെക്നിക്കലി ഇങ്ങനെ പറയുന്നത് സംഭവം ഇത്രയേ ഉള്ളൂ. വിദേശ കമ്മോഡിറ്റീസിന് വില കുറഞ്ഞെന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഡൊമസ്റ്റിക് മാർക്കറ്റ്. അപ്പോൾ ഇതാണ് അപ്രീസിയേഷൻ മേക്സ് ഫോറിൻ കമ്മോഡിറ്റീസ് ചീപ്പർ ഇൻ ദ മാർക്കറ്റ്. നേരത്തെ 75,000 രൂപ കൊടുക്കാനുണ്ടോ ഒരു ക്യാമറയ്ക്ക്? നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ക്യാമറയ്ക്ക് ഇപ്പോൾ 50,000 രൂപ കൊടുത്താൽ മതി. പിടിയിട്ടില്ല, നിങ്ങൾക്കൊരു സംശയമൊന്നും ഇല്ലല്ലോ. അപ്പം സംശയമാണെങ്കിൽ ചോദിച്ചേക്കണം കേട്ടോ. ഞാൻ നോക്കട്ടെ പിന്നെ സെറ്റപ്പ്. ഹെഡ്സെറ്റ് വരെ ഉണ്ട്, എന്നിട്ട് ശരിയായില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പിടിയിട്ടില്ല. ഇനി രണ്ടാമത്തെ ഇമ്പാക്റ്റ് പറഞ്ഞ് മനസ്സിൽ നിങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ എന്താണ്? അപ്രീസിയേഷൻ മേക്സ് ഡൊമസ്റ്റിക് കമ്മോഡിറ്റീസ് കോസ്റ്റ്ലിയർ ഇൻ ദി ഫോറിൻ മാർക്കറ്റ് അല്ലേ? ഇൻ ദി ഫോറിൻ മാർക്കറ്റ്. ഇപ്പോൾ 150 രൂപയ്ക്ക് 1/2 കിലോ ബസ്മതി റൈസ് കിട്ടിക്കൊണ്ടിരുന്ന ഇന്ത്യയിൽ നിന്ന് അവർക്ക് ഇപ്പോൾ എത്രയേ ഉള്ളൂ? 330 ഗ്രാമേ ആയിട്ടുള്ളൂ. പാകിസ്ഥാനിൽ എന്ത് പാകിസ്ഥാനിലും ബസ്മതി റൈസ് ഉണ്ട് കേട്ടോ. നമ്മളിവിടെ മാത്രമല്ല. ബസ്മതി റൈസ് 3 രാജ്യങ്ങളിലാണെന്ന് എൻ്റെ വിശ്വാസം. കൃത്യമായി അറിയില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ശരിക്കും ബസ്മതി റൈസ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ്. പാകിസ്ഥാനിലുണ്ട്, നേപ്പാളിലുണ്ടെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ബസ്മതി റൈസിൻ്റെ GI എടുത്തേക്കുന്നത് ഇന്ത്യ. അപ്പോൾ അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ WG തർക്കമൊക്കെ. കാരണം അവിടെ ഉണ്ട്, ഇന്ത്യക്ക് മാത്രം എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. വാട്ട് മൈ ഫർഗെറ്റ് ദാറ്റ് സോ വെൻ the price, when the exchange rate has fallen, foreigners were able to get just previously half kilogram of basmati rice by spending $1. Now they can get only 330 grams. So that foreigners will purchase the basmati rice from competitors from India, that is including Pakistan. So അതുകൊണ്ട് എന്ത് ചെയ്യും? ഇന്ത്യയുടെ എക്സ്പോർട്ട് പറയും. മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും നല്ല സിറ്റുവേഷനിലായി. സോ അപ്രീസിയേഷൻ നമുക്ക് കാണുമ്പോൾ കണക്കിൽ നല്ലതാണെങ്കിലും $1 75 രൂപ കൊടുക്കേണ്ടടുത്ത് 50 രൂപ കൊടുത്താൽ മതി. നമ്മൾ രക്ഷപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം കൂടി, രൂപയുടെ വില കൂടി എന്ന് പറഞ്ഞാലും ഇറ്റ് റെഡ്യൂസസ് എക്സ്പോർട്സ്, ഇറ്റ് ഇൻക്രീസ് ഇമ്പോർട്ട്സ്. ഓക്കെ, ഇറ്റ് അഡ്വേഴ്സ്ലി അഫക്റ്റ് അവർ ട്രേഡ് ബാലൻസ്. എല്ലാവരും പിടികിട്ടുന്നല്ലോ എല്ലാവർക്കും ട്രേഡ് ബാലൻസ്. കാരണം വാട്ട് ഈസ് ട്രേഡ് ബാലൻസ്? ഇറ്റ് ഈസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്സ്. ശരിയല്ലേ? അപ്പോൾ ട്രേഡ് ബാലൻസ് മെച്ചപ്പെടുത്താനല്ലേ നമ്മളെല്ലാം നോക്കുന്നത്. ചൈനയൊക്കെ നോക്കുന്നത്. ചൈനയുടെ കാറും തീപ്പെട്ടി കണ്ടിട്ടുണ്ടോ? അതാണ് ചൈനയുടെ തീപ്പെട്ടി അല്ലല്ലോ, ലൈറ്റർ. 10 രൂപയ്ക്ക് എന്തുണ്ട്? ലൈറ്ററും ഉണ്ട്, പിന്നെ ടോർച്ചും ഉണ്ട്. 10 രൂപയ്ക്ക് പോരെ, ഉപയോഗിച്ച് ഒറ്റ ഏറ് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇവിടെയാണ് ഈ കോയമ്പത്തൂർ ഉണ്ടാക്കുന്ന തീപ്പെട്ടിക്കൊള്ളി ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ ഒരു കഷ്ണം തീപ്പെട്ടിക്കൊള്ളി തീ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. ശരിയല്ലേ? തണുത്ത് പോകും. ഇതുമല്ല അങ്ങനെ ഉണ്ടാവും. ഇതുവരെ ഈ 10 രൂപയ്ക്ക് ഇത് എങ്ങനെയുണ്ടാവും? 10 രൂപയ്ക്ക് അവരുടെ കാറ് വരെയുണ്ട്. 10 രൂപയ്ക്ക് കാറ്. പിള്ളേർ ടയറെ പിടിച്ച് വലിച്ചാൽ പോലും കാറിൻ്റെ ടയർ പോകില്ല. പിള്ളേർ കടിച്ചാലും ഒരു കുഴപ്പമില്ല. പിള്ളേർ നോക്കും, കാറ് ചെയ്യും, കാറവിടെ കിടക്കും. അപ്പോൾ അമ്മാതിരിയാണ് അവരുടെ മാനുഫാക്ചറിങ്. അപ്പോൾ ആ മാനുഫാക്ചറിങ്ങിൽ അവരെന്നാ അറിയാം, ശരിക്കും ആ കാറ് ഞാൻ മേടിച്ച് നോക്കിയിട്ടുണ്ടോ? 10 രൂപയ്ക്ക് മേടിച്ച് നോക്കിയിട്ടുണ്ട്. മേടിച്ച് നോക്കിയിട്ട്
ഇത് 10 രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ ആദ്യം നോക്കുന്നത്, ഓടിക്കാനല്ല കേട്ടോ. ഇത് 10 രൂപയ്ക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇതെങ്ങനെ ചൈനക്കാരൻ ഇത് ഉണ്ടാക്കിയത്, നമ്മൾ ചിന്ന അത്ഭുതപ്പെട്ടു. സോ ദേ ആർ മേക്കിംഗ് മാസ് പ്രൊഡക്ഷൻ. സംടൈംസ് ദി ഗവൺമെൻറ് മേ ബി ഗിവിങ് 1 rupee ആ സബ്സിഡി. 1 രൂപയാണെങ്കിൽ സബ്സിഡി കൊടുക്കുമായിരിക്കും. അപ്പോൾ ആ ഗവൺമെൻറ്റിന് 1 രൂപ പോയി, പക്ഷേ ഇക്കോണമിയിലേക്ക് 10 രൂപ വന്നു. ശരിയല്ലേ? അവരുടെ അങ്ങോട്ട് 10 രൂപ എന്നുള്ളതാണ്. ശരിക്കും ആ 10 രൂപയുടെ കാർ ഇന്ത്യ അമ്മമാർ കൊടുത്തത് 6 രൂപയ്ക്കായിരിക്കും അല്ലേ, അല്ലെങ്കിൽ 5 രൂപയ്ക്കായിരിക്കും. ബാക്കി 5 രൂപ ഇന്ത്യക്കാരുടെ ഇടനിലക്കാരുടെ ലാഭമായിരിക്കും. സോ that is a different ball game, The objective is, the government is promoting them, helping them, free electricity, free land, free water. So you produce something so that, the income 5 rupees, even if it is small, it is coming to China. So the American toy market is occupied by Chinese. മനസ്സിലായല്ലോ? അപ്പോൾ അവരുടെ റിമോട്ട് കൺട്രോൾ ഓടുന്ന കാറ്, വിമാനം, ഇതൊക്കെ കൂടുന്നുണ്ടല്ലോ. അവർ അതിനെന്ത് കൊടുക്കുക? സബ്സിഡി കൊടുക്കുക. സോ വൈ ദേ ആർ ഗിവിങ് സബ്സിഡി? വൈ ദി ചൈനീസ് ഗവൺമെൻറ് ഈസ് ഇൻക്രീസിങ് ഹൈ കോസ്റ്റ് ഫോർ എക്സ്പോർട്സ്, ഫോർ പ്രൊമോട്ടിങ് എക്സ്പോർട്സ്? ബിക്കോസ് the underlying advantage is very clear. When you are exporting something, the foreigners are giving income for your living or subsistence. So that is a basic logic. Whatever may be the associated cost. Okay. അപ്പോൾ നമ്മളിങ്ങനെ ചൈനയെക്കുറിച്ച് പറയുമ്പോൾ, ഞാനിങ്ങനെ ചൈനയെക്കുറിച്ച് ഒത്തിരി വായിച്ചിട്ടുണ്ടോ. ചൈനയെക്കുറിച്ചുള്ള ബുക്കുകളൊക്കെ ഇവിടെ ഒരു ലൈബ്രറി തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് PG എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് രസകരമായി തോന്നും, പക്ഷേ ആർക്കും ഉപകാരമില്ലാത്ത, ഉപകാരം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ പറയുന്ന ചൈനയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴല്ലോ, അവരുടെ മാനുഫാക്ചറിങ്ങിന് നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഇക്കണോമിക്സിന് ഇതുവരെ ഒരു നോബൽ പ്രൈസ് കിട്ടാത്ത രാജ്യമാണ് ചൈന. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കോണമിയാണ്, ഏറ്റവും വലിയ മാനുഫാക്ചറിങ് പവർ ഹൗസാണ്, ഏറ്റവും നല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇക്കോണമി മാനേജ് ചെയ്യുന്നതിന് നോബൽ പ്രൈസ് ഒന്നും കിട്ടിയില്ലെങ്കിലും ശരി, ഇക്കോണമി മാനേജ് ചെയ്യാൻ പ്രാക്ടിക്കൽ സെൻസ് മതി. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, എന്താണ് എക്സ്പോർട്ടിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് എല്ലാ മാസം പഠിക്കുന്ന ആൾക്കാരും വിചാരിച്ചോണം. എന്താണ് ഇമ്പോർട്ടൻ്റ് സിഗ്നിഫിക്കൻസ് എന്ന് വിചാരിച്ചോണം. അപ്പോൾ ഇതാണ് എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്. എക്സ്ചേഞ്ച് റേറ്റ് ഇറ്റ് ഈസ് ത്രൂ വിച്ച് ദ പ്രൈസസ് ഓഫ് ഡൊമസ്റ്റിക് ഗുഡ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ഫോറിൻ മാർക്കറ്റ് ആൻഡ് ദി പ്രൈസ് ഓഫ് ഫോറിൻ ഗുഡ്സ് ആർ ഇൻഡിക്കേറ്റഡ് ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഞാൻ ഇടയ്ക്ക് ശ്രദ്ധ മാറിപ്പോകുന്നതെന്ന് അറിയാം. റെക്കോർഡിങ് നടക്കുന്നുണ്ടോ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ നോക്കാൻ വേണ്ടി കേട്ടോ. സോ മാനേജിങ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ദി എക്സ്ചേഞ്ച് റേറ്റ്. സോ യു ഹാവ് ടു മാനേജ് ദി എക്സ്ചേഞ്ച് റേറ്റ്. ഇറ്റ് ഷുഡ് നോട്ട് ഗോ, if it is goes to around 100 rupees, it will be very difficult for us, because the price of the essential importable items like crude oil will go up. ശരിയല്ലേ? പിന്നെ നമ്മൾ ഒത്തിരി ഉണ്ടാക്കുന്ന സാധനങ്ങളിലെല്ലാം ഇൻപുട്ട് വിദേശത്ത് നിന്നായിരിക്കും. അതിൻ്റെ എല്ലാം കോസ്റ്റ് കൂടും, റുപ്പി ടൈംസിൽ. അപ്പോൾ അങ്ങനെ അതിൻ്റെ എല്ലാം കോസ്റ്റ് കൂടി ഇന്ത്യ ഇൻഫ്ലേഷൻ വരും. സോ ദർ ഷുഡ് ബി സം സോർട്ട് ഓഫ് ബാലൻസ്. ഇപ്പോൾ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ 73 rupees ആട്ടോ ഒരു ഡോളറിന് വില. അപ്പം അത് നിൽക്കാനുള്ള വർധനമായിട്ടാണ് ഇഷ്ടംപോലെ അത്യാവശ്യം ഡോളർ ഉണ്ടായിട്ടാണ്. ഡോളർ ഇവിടെ വന്ന് നമ്മളൊന്നും എക്സ്പോർട്ട് നടത്തിയിട്ടില്ല, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് വന്നാൽ നമ്മൾ കണ്ട്. ഓക്കെ. സോ മാനേജിങ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ്, യു ഷുഡ് മാനേജ് ദി എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ. അപ്പോൾ അതിനെ നമ്മളത് ഇപ്പം കുട്ടികളാണെങ്കിൽ പോലും, കുട്ടികൾ കോളേജിൽ പോകുന്നു നമുക്കറിയാം. ഇപ്പോൾ നിങ്ങളാണെങ്കിൽ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടായി, ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ വിടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അവരെ റെഗുലേറ്റ് ചെയ്യും. ഹയർ സെക്കൻഡറിയിലും ഭയങ്കര, കോളേജിൽ വിടുമ്പോൾ നമുക്ക് അല്പം കൂടെ ഫ്രീഡം കൊടുക്കും. എന്നാലും പേരൻസ് ഒരു ചിന്ത കാണും, വെദർ ദേ ആർ സ്റ്റഡിങ്, സോ വെദർ ദേ ക്യാൻ കോൺസെൻട്രേറ്റ് ഇൻ ദി സ്റ്റഡി. അപ്പോൾ അങ്ങനെയുള്ളൊരു മാനേജ്മെൻറ്റ് അവിടെ കാണാം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ എക്സ്ചേഞ്ച് റേറ്റ് ഡോളറിൻ്റെ വരവും ഡോളറിൻ്റെ പോക്കും അനുസരിച്ച്, ഇത് വരവാണല്ലോ, അനുസരിച്ച് 75 രൂപയിൽ നിന്ന് 80 രൂപയ്ക്കോ 75 രൂപയ്ക്ക് 70 രൂപയിലേക്കോ മാറുമെങ്കിലും കൂടുതൽ മാറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഇവിടെയുണ്ട്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഫെസിലിറ്റേറ്റിംഗ് ദി എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോമ്പണന്റ് ഓഫ് ദി മാക്രോ എക്കണോമിക് പോളിസീസ് ഓഫ് എവരി ഇക്കോണമി. എല്ലാ ഇക്കോണമി എക്സ്ചേഞ്ച് റേറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുക, അല്ല വെറുതെ മാർക്കറ്റ് തീരുമാനിക്കുന്നെങ്കിലും അതിൻ്റെ മുകളിലൊരു സൂപ്പർവിഷൻ ഗവൺമെൻറ്റുകൾക്കും സെൻട്രൽ ബാങ്കിനും ഇൻഡയറക്റ്റ് ആയിട്ടുണ്ടെന്ന് നമ്മൾ പറയാം. ഹിയർ ദർ ആർ സെവറൽ എക്സ്ചേഞ്ച് സിസ്റ്റം ദാറ്റ് ഹാവ് ദെയർ ഓൺ യൂണിക് ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് റേറ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഇതാരാണ് ഇതിങ്ങനെ തീരുമാനിച്ചത്? ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം, ഇത് ഈ ടോപ്പിക്ക് പഠിക്കുന്നതിന് തൊട്ട് മുമ്പ്, ഇതാരാ ഈ എക്സ്ചേഞ്ച് റേറ്റ് ഇങ്ങനെ ഇട്ട്, ആരാണ് ഇങ്ങനെ $1 75 രൂപ എന്ന് പറഞ്ഞൊരു $1 1 രൂപ എന്ന് പറഞ്ഞ് ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു ഇക്കണോമിക്സ് പഠിക്കുന്ന പുറത്തുനിന്നുള്ള സബ്ജക്റ്റ് പഠിച്ചു വന്ന ഒരു കുട്ടിയുടെ ഏറ്റവും ആദ്യത്തെ സംശയമായിരിക്കും, ഇതെങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടായത്? നമ്മൾ പറഞ്ഞില്ല, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായിരുന്ന പോലെ ഇതിങ്ങനെ പണ്ട് തൊട്ട് എങ്ങനെയായിരുന്നു? ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി 1947 തൊട്ട് ഇങ്ങനെയായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി കേട്ടോ. അതിന് കൃത്യമായ മറുപടിയും കിട്ടി. എങ്ങനെയാണ് ഈ എക്സ്ചേഞ്ച് റേറ്റ് ഇതുവരെ ആയത്? അല്ലെങ്കിൽ ആരാണ് ഇങ്ങനെ ഈ ഡോളർ എക്സ്ചേഞ്ച് റേറ്റ് ആദ്യം തീരുമാനിച്ചത്? ആദ്യം എന്ന് പറഞ്ഞൊരു സമയം കാണുമല്ലോ, അതെന്നായിരുന്നു, അതെങ്ങനെയാണ്? അതൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഒരു ദിവസം. ഓക്കെ. വേണമെന്ന് പറഞ്ഞേക്കരുത്, ആവശ്യമില്ലെങ്കിൽ ഞാൻ പറയും. ഓക്കെ. സോ മാനേജിങ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ പഠിച്ചു കേട്ടോ. ഇനി എക്സ്ചേഞ്ച് റേറ്റ്, അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു, ഇതെല്ലാം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ കേട്ടോ.
പിടികിട്ടിയില്ല, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് തന്നെ ചോദിച്ചോളാം. എന്നിട്ട് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പിടികിട്ടിയില്ല ഞാൻ പഠിച്ചോടെ പറഞ്ഞുതരാം. ഓക്കെ, ഇതുണ്ടോ ക്യാമറയുടെ ഒക്കെ എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊരു എക്സ്ചേഞ്ച് റേറ്റാണ് ജാപ്പനീസ് ക്യാമറയുടെ $10,000 ഇട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഓക്കെ, 10,000 കറക്റ്റാണോ? അതെല്ലോ. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് $1 $75 നിന്ന് $1 എത്രയും $50 അപ്രീസിയേഷനാണെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ തിരിച്ച് $1 $50 നിന്ന് $1 $75 പോകുന്നതിനെ ഡിപ്രീസിയേഷൻ വിളിക്കും. എന്ന് വിളിക്കും? ഡിപ്രീസിയേഷൻ വിളിക്കും. അപ്പോൾ അപ്രീസിയേഷൻ നമ്മൾ എന്തെല്ലാം പറഞ്ഞു? അപ്രീസിയേഷൻ്റെ ഫലമായിട്ട് എന്തെല്ലാം നടക്കും? അപ്രീസിയേഷൻ എന്ന് പറയുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ എക്സ്പോർട്ട് കുറയും അല്ലേ? കുറയും. ഇമ്പോർട്ട് കൂടും. ട്രേഡ് ബാലൻസ് മോശമാവും. എന്തെങ്കിലും ആട്ടെ മോശമാകുന്നുണ്ട്. ചിത്രം വരയ്ക്കാൻ നോക്കുക, അങ്ങനെ. അപ്പം മോശമാവും, ട്രേഡ് ബാലൻസ് മോശമാവും. ഓക്കെ, സോ റിമെമ്പർ, ഡ്യൂ ടു അപ്രീസിയേഷൻ എക്സ്പോർട്ട് വിൽ കം ഡൗൺ, ഇമ്പോർട്ട് വിൽ ഗോ അപ്പ്, ട്രേഡ് ബാലൻസ് ഭയങ്കര മോശമായിട്ട് വരും. ഓക്കെ, അഡ്വൈസ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഡിപ്രീസിയേഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഡിപ്രീസിയേഷൻ്റെ ഫലമായിട്ട് എന്താണ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ ഈസ് എ മൂവ്മെൻറ്റ് ഫ്രം ₹50 per dollar to ₹75 per dollar. ഓക്കെ, ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? നേരത്തെ ഈ വിദേശികൾക്ക് ഇന്ത്യയിൽ നിന്ന് $1 $50 സാധനങ്ങൾ കിട്ടും. സാധനങ്ങളുടെ വിലയൊക്കെ അങ്ങത്തും എല്ലാം സെയിം ആയിരിക്കും. അത് വേറൊരു കാര്യം. ഓരോ രാജ്യത്തും സെയിം ആയിരിക്കും, ഇൻഫ്ലേഷൻ ഒന്നും വരികയില്ല. അങ്ങനെയൊക്കെ വിചാരിച്ചാണ് അസംഷൻ അങ്ങനെ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് $1 $75 കൂടി. അപ്പോൾ ഈ വിദേശികൾക്കുണ്ടല്ലോ $1 കൊടുത്ത ഇന്ത്യയിൽ നേരത്തെ $50 $50 സാധനം കിട്ടുള്ളൂ, ഇപ്പോൾ $75 സാധനം കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഓരോ ഐറ്റങ്ങൾക്കും 50% സാധനം കൂടുതൽ കൊടുക്കുക $1. അപ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ട് കിട്ടും. ശരിയല്ലേ? അപ്പം നേരത്തെ 1/4 കിലോ ബസുമതി റൈസ് കിട്ടുള്ളായിരുന്നു, ഇപ്പോൾ എത്ര കിട്ടും? 3/4 കിലോ. അപ്പം അങ്ങനെയല്ല, അങ്ങനെ ശരിയല്ല. 330 ഗ്രാമേ കിട്ടുള്ളൂ. ഇപ്പോൾ എത്രയായി? 1/2 കിലോ ബസുമതി റൈസ് കിട്ടും. ശരിയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ എക്സ്പോർട്ട് കൂടും. എന്ത് കൂടും? എക്സ്പോർട്ട് കൂടി. ഇമ്പോർട്ടോ നേരത്തെ $1 $1,000 സാധനം ഇറക്കുമതി ചെയ്യാൻ $50,000 കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ $75,000 കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ട് കുറയും. പിടിയിട്ടില്ലോ? എക്സ്പോർട്ട് കൂടി, ഇമ്പോർട്ട് കുറഞ്ഞു. എപ്പോൾ? $1 $50 നിന്ന് $1 $75 വെച്ച് ഡോളറിൻ്റെ വില കൂടിയപ്പോൾ ഡോളറിൻ്റെ വില കൂടി, അല്ലെങ്കിൽ രൂപയുടെ വില ഡിപ്രീഷിയേഷൻ തേഞ്ഞു മാഞ്ഞു പോയെന്ന് അതിനർത്ഥം. വില കുറഞ്ഞു എന്നുള്ളതിന് വാക്കാണ് ഡിപ്രീസിയേഷൻ. പിടികിട്ടില്ലോ? എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് പിടികിട്ടില്ല. ഓക്കെ, സോ ഡിപ്രീസിയേഷൻ വിൽ റെഡ്യൂസ് അവർ ഇമ്പോർട്ട് ആൻഡ് ഇൻക്രീസ് അവർ എക്സ്പോർട്ട്. ദിസ് ഈസ് ഗുഡ് ഫോർ ദി ഇക്കോണമി ആൻഡ് ദി ട്രേഡ് ബാലൻസ് it goes up. ശരിയല്ല? ട്രേഡ് ബാലൻസ് ബിക്കം ഫേവറബിൾ ബിക്കോസ് എക്സ്പോർട്ട് ഹാസ് ഗോൺ അപ്പ് ആൻഡ് ഇമ്പോർട്ട് ഹാസ് കെയിം ഡൗൺ. ഓക്കെ, മനസ്സിലായല്ലോ? ഈ അപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ ഇക്കോണമിയിൽ എന്തെല്ലാം എഫക്റ്റാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് പിടികിട്ടിയല്ലോ. ഇനി അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ദിസ് ഈസ് ദ ബേസിക്സ് റിഗാർഡിംഗ് അപ്രീസിയേഷൻ ആൻഡ് ഡിപ്രീസിയേഷൻ ഓർ ദി ചേഞ്ച് ഇൻ ദി എക്സ്ചേഞ്ച് റേറ്റ് ഓർ ചേഞ്ച് ഇൻ ദി വാല്യൂ ഓഫ് ദി ഡൊമസ്റ്റിക് കറൻസി. ഓക്കെ, പിടികിട്ടിയല്ലോ? അപ്പോൾ 71, 75, 78, 79 ഒക്കെ പോകുമ്പോഴത്തേക്കും ട്രേഡിന് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് സംഭവിക്കുന്നുള്ളത് ഇതുപോലെയൊക്കെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ദെൻ വി ആർ കമ്മിങ് ടു വാട്ട് ഈസ് ദ എക്സ്ചേഞ്ച് റേറ്റ്. എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ഡൊമസ്റ്റിക് കറൻസി ഈസ് ട്രേഡ് ഫോർ എ ഫോറിൻ കറൻസി. ഡോളറിൻ്റെ കാര്യം മാത്രമാണ് നടക്കുന്നത്. ഡോളർ ഹാർഡ് കറൻസിയാണ്. അതുകൊണ്ട് ഇറ്റ് ഇസ് എ റേറ്റ് വിച്ച് ഷോസ് ദ വാല്യൂ ഓഫ് ദി ഡൊമസ്റ്റിക് കറൻസി ഇൻ ടേംസ് ഓഫ് അതർ കറൻസീസ്. ഹിയർ ദി വാല്യൂ ഓഫ് ദി റുപ്പി മീൻസ് ദ വാല്യൂ മെഷർഡ് ഇൻ ടേംസ് ഓഫ് അതർ കറൻസി ലൈക്ക് ദി US ഡോളർ. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റിനെ പ്രൈസായിട്ട് നമ്മൾ കൂട്ടാവുള്ളൂ. അതൊക്കെ നമ്മളോട് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ ബാക്കി നമുക്കൊന്നും ഇതിൻ്റെ അകത്ത് വലിയ ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല. എന്തുകൊണ്ടാണ് എക്സ്ചേഞ്ച് റേറ്റ് ഇമ്പോർട്ടൻ്റ്? ബിക്കോസ് competitiveness of our export and the cost of imports we can measure from exports and imports. കോമ്പറ്റീറ്റീവ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്ക് എത്രമാത്രം $1 എത്ര കമ്മോഡിറ്റി വിദേശി ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്. പ്രൈസ് കോമ്പറ്റീറ്റീവ്സ് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ പ്രൈസ് കുറവാണെന്നർത്ഥം. പ്രൈസ് കുറവാണെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് കൂടുതലാണെന്നർത്ഥം. പിന്നെ അതുപോലെ കറൻസി ഡെപ്റ്റ് പേയ്മെൻറ്റ്. നമ്മളിപ്പോൾ വിദേശത്ത് നിന്ന് $1 ബില്യൺ കടം എടുത്തെന്ന് വിചാരിച്ചു. 7,500 രൂപ കിട്ടി. 7,500 രൂപയല്ല, 7,500 കോടി രൂപ കിട്ടി. ഇനി നമ്മൾ 5 വർഷം കഴിഞ്ഞ് തിരിച്ചടയ്ക്കാമെന്ന് വിചാരിച്ചു. 5 വർഷം കഴിഞ്ഞ് $1 50 രൂപയാണെങ്കിലോ എന്ന് പറഞ്ഞാൽ ഇക്കോണമി ഭയങ്കര കയറിപ്പോയി, എക്സ്പോർട്ട് കൂടി ഒന്നും പറയേണ്ട, ഇന്ത്യ ഇഷ്ടം പോലെ ഡോളറാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ $1 വില 50 രൂപ കിട്ടും. അപ്പോൾ നമ്മൾ എത്ര രൂപ തിരിച്ചടയ്ക്കണം?
$1 75 നമ്മൾ ലോൺ എടുത്ത്, അന്നേരം 7,500 കോടി ലോൺ എടുത്ത് തിരിച്ചടക്കാൻ പറ്റാത്ത കിടക്കണം. അന്നേരം $1 ബില്യൺ തിരിച്ചടക്കണം. $1 ബില്യൺ പലിശ നമ്മൾ തിരിച്ചടച്ചെന്ന് വിചാരിച്ചു, $1 ബില്യൺ തിരിച്ചടക്കണം. $1 ബില്യൺ എത്ര രൂപയാണ്? 5,000 കോടി രൂപയേ ഉള്ളൂ. കാരണം എന്താ? എക്സ്ചേഞ്ച് റേറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ രൂപ അപ്രീഷിയേറ്റ് ചെയ്തു. രൂപ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാം? നമുക്ക് ലോട്ടറി ആയിപ്പോയി. നമ്മൾ 7,500 കോടി രൂപ, $1 ബില്യനാണ് രണ്ടിടത്തും. എടുത്തതും ബില്യൺ, $1 ബില്യൺ, കൊടുത്തത് $1 ബില്യൺ. പക്ഷേ എടുത്തപ്പോൾ $1 75 രൂപ ഉണ്ട്, 7,500 കോടി രൂപ കിട്ടി. കൊടുത്തപ്പോൾ $1 50 രൂപ ഉള്ളൂ. നമ്മൾ 5,000 കോടി രൂപ കൊടുത്താൽ മതി. 7,500 കോടി രൂപ ഇന്നെടുത്തിട്ട് 5,000 കോടി രൂപ 5 വർഷം കഴിഞ്ഞ് തിരിച്ചടച്ച് നമുക്കെടുത്തല്ലോ. നമുക്ക് കിട്ടിയ ലോട്ടറി അല്ലേ? ശരിയല്ലേ? നമ്മൾ രക്ഷപ്പെട്ടു പോയി. അപ്പോൾ നമ്മൾ 5,000 കോടി രൂപ തിരിച്ചു കൊടുക്കുക. മനസ്സിലായല്ലോ? സോ യുവർ ലോൺ ബിക്കംസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. വൈ ഇറ്റ് ഹാപ്പൻ? ബിക്കോസ് ഓഫ് വാട്ട്? അപ്രീസിയേഷൻ. അപ്പോൾ അപ്രീസിയേഷൻ നമ്മുടെ എക്സ്പോർട്ട് കുറയ്ക്കും, ഇമ്പോർട്ട് കൂട്ടും. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു ഫോറിൻ ഡെപ്റ്റ്, എക്സ്റ്റേൺ ഡെപ്റ്റ് എടുത്ത ഒരാളുടെ ബർഡൻ കുറഞ്ഞു പോയി. ശരിയല്ലേ? ഇതിങ്ങനെ ഡിപ്രീസിയേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ 75, 150 ആണെങ്കിൽ ഒരു സിമ്പിൾ, നമ്മൾ 7,500 കോടി ലോൺ എടുത്ത് 150 രൂപ, 100 രൂപയ്ക്ക് പോട്ടെ, 100 രൂപയ്ക്ക് $1 വില കൂടി 5 വർഷം കഴിഞ്ഞ് വിചാരിക്കാം, നമ്മൾ 10,000 കോടി രൂപ തിരിച്ചടക്കേണ്ടി വരും. ശരിയല്ല? അവിടെ തന്നെ പലിശയ്ക്ക് പറഞ്ഞ് എന്നാ നഷ്ടമാണെന്ന് വിചാരിച്ചു. സോറി, $1 ബില്യൺ ലോൺ എടുത്തിട്ട് 5 വർഷം തിരിച്ചടയ്ക്കുമ്പം 7,500 കോടി രൂപ വരും, 10,000 കോടി രൂപ തിരിച്ചടയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ഡിപ്രീസിയേഷൻ. സോ ഡിപ്രീസിയേഷൻ റേസസ് ദി എക്സ്റ്റേണൽ ഡെപ്റ്റ് ബർഡൻ ഓഫ് എ ഫോറിൻ ബോറോവർ. ഫോറിൻ ബോറോവർ അല്ല, ഡൊമസ്റ്റിക് കോർപ്പറേറ്റ് ഹൂസ് ബോറോയിങ് ഫ്രം ഫോറിൻ കൺട്രി. അപ്പോൾ അങ്ങനെ ഒരു എഫക്റ്റ് അവിടെ ഉണ്ട്. ഇപ്പം അപ്രീസിയേഷൻ ഡിപ്രീസിയേഷനും ഡൊമസ്റ്റിക് ഡെപ്റ്റിൽ എന്തെല്ലാം. സോ നമ്മൾ ഡൊമസ്റ്റിക്കായിട്ട് വിദേശത്ത് നിന്ന് ഡെപ്റ്റ് എടുക്കുന്ന ഒരു ഡൊമസ്റ്റിക് സിറ്റിസൻ്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റിൻ്റെ മുകളിൽ എന്ത് ഇംപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ പിടികിട്ടിയല്ലോ, എങ്ങനെ അപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ വഴിയുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ അതിൻ്റെ എഫക്റ്റ് എല്ലാം കണ്ടു. ഇനി എന്താണ് ERS? എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇറ്റ് റെഫേഴ്സ് ടു ദി അറേഞ്ച്മെൻറ്റ് ഫോർ ദി ഡിറ്റർമിനേഷൻ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ദി എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ ഈ എക്സ്ചേഞ്ച് റേറ്റൊക്കെ ആരാണ് തീരുമാനിക്കുന്നത്? ഇതെങ്ങനെ ഇങ്ങനെ ആദ്യം ഇപ്പോൾ ആരെങ്കിലും ആണ് തീരുമാനിച്ചത്, അത് ഞങ്ങൾ വിശ്വസിച്ചു. ഹൗ ഇറ്റ് ബിക്കംസ് ഇറ്റ് ചേഞ്ചസ് ഡെയിലി. Who administrates this? Who is the authority who says that exchange rates increase from 75 rupees per dollar to 75.20 rupees per dollar? അതാരാ തീരുമാനിക്കുന്നത്? സോ അത് തീരുമാനിക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്, ഒരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം നമ്മൾ പറയുന്ന ഒരു എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. സോ ഫോർ എവറിത്തിങ് ദർ വിൽ ബി എ സിസ്റ്റം. A computer has a system, the mobile phone is a system comprised of different parts. Similarly, there is an arrangement that runs the day-to-day determination of exchange rate system. Exchange rate, we call it as exchange rate system. So there are different mechanisms. There are different types of exchange rate system. The first one is fixed exchange rate system or pegged exchange rate system, where the exchange rate is set at 75 rupees per dollar at a fixed rate, and any change in this exchange rate will be possible only a decision by the government or the central bank. So that is the way in which the exchange rate is managed in this pegged exchange rate system or a fixed exchange rate system. ഇവിടെ ഒരു തീരുമാനം, ഒരു ഏകാധിപതിയെ പോലെ എക്സ്ചേഞ്ച് റേറ്റ് എത്ര തീരുമാനിക്കും? ആര് തീരുമാനിക്കും? സെൻട്രൽ ബാങ്ക് തീരുമാനിക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ് തീരുമാനിക്കും. ഗവൺമെൻറ് വഴി സെൻട്രൽ ബാങ്ക് തീരുമാനിക്കും. അപ്പോൾ ഇനി ഇത് കൂടുതൽ ഡോളർ വേണമെങ്കിലോ, ഇഷ്ടം പോലെ ഡോളർ വേണമെങ്കിലോ, അപ്പോൾ ഗവൺമെൻറ് എടുത്ത് കൊടുക്കുക, എവിടെന്നെങ്കിലും ഒക്കെ എടുത്ത് കൊടുക്കാൻ. കാരണം ഗവൺമെൻറ് തീരുമാനിക്കുന്നുണ്ടല്ലോ. കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ 75 രൂപയ്ക്ക്, ഓരോ ഡോളറിന് 75 രൂപയ്ക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഗവൺമെൻറ്. സോ ഗവൺമെൻറ് വിൽ കീപ്പ് എ റിസർവ്. Okay, reserve for what? Foreign exchange reserve. Whenever there is a higher demand for dollar in the foreign exchange market, the price for dollar may go up automatically, in otherwise a situation, a flexible exchange from 80 rupees, but that will not happen in the case of if it is fixed, because at 75 rupees anybody can get adequate amount of foreign currency. The exchange rate remains same at 75 rupees per dollar throughout, under the fixed exchange rate. Remember, the most important thing is that the government will keep a basket of lot of funds or foreign currencies under foreign exchange reserve. Okay. Second is called a flexible exchange rate system, floating exchange rate system, where actually the exchange rate will be fluctuating. Like this is a 75 rupees mark, this is a 80 rupees mark, this is a 60 rupees mark. This may be 50 rupees mark. This and here the exchange rate may fluctuate depending upon the underlying situation of demand for dollar. Okay, similarly supply of dollar, how much foreign currency coming to India, how much foreign currency the Indian people demand to pay for their export, pay for tuition fees in foreign universities,
pay for their tours and services that they would like to get from foreign countries, So in that situation, in accordance to the demand and supply of foreign currency or dollar, exchange rate goes up. Okay, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടെ ഞാനിവിടെ നടത്തിയിട്ട് നമ്മുടെ ക്ലാസ്സിൽ നിർത്താം. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ഗ്രാഫാണ്. ഇവിടെ നമ്മളൊരു 75 rupees per dollar ആണ്. ഓക്കെ, ഇത് വോളിയം ഓഫ് വോളിയം ഓഫ് ഫോറിൻ കറൻസി, അല്ലെങ്കിൽ നമുക്ക് ടൈം നോക്കുകയാണെങ്കിൽ പറയാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി. രണ്ടും നമുക്ക് അവിടെ എടുത്താൽ നമ്മളിവിടെ പറയുകയാണെങ്കിൽ ഇവിടെയാണ് ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് രാവിലെ ഓപ്പൺ ചെയ്തത്. അപ്പോഴത്തേക്കും ഇഷ്ടം പോലെ ഫോറിൻ കറൻസി ഇന്ത്യ ഭയങ്കര ഗ്രോത്ത് ചെയ്തിരിക്കും. ഇഷ്ടം പോലെ ഫോറിൻ കറൻസി വന്നു. ആർക്കും ഫോറിൻ കറൻസി വേണ്ട. അത് 72 അല്ലേ. പിന്നെ ഇത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുറേ ഇമ്പോർട്ടൊക്കെ നടന്നു. അപ്പോൾ 73. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഒത്തിരി ഫോറിൻ കറൻസി ആളുകൾക്ക് വേണം, വേറെ പല കാര്യങ്ങൾക്കും വേണ്ടി. 80 അത്രയും പോകല്ലോ കേട്ടോ. ഒരു 73 തൊട്ട് 76 വരെ 77 വരെ ആ ബാൻഡിൽ തന്നെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഇറ്റ് വിൽ ബി ഫ്ലക്ച്വേറ്റിംഗ് ലൈക്ക് ദാറ്റ്. യു മൈറ്റ് ഹാവ് ഒബ്സർവ്ഡ് ദിസ് type of a graph from daily newspapers which indicates the volume of foreign currency transaction and the resultant changes in the exchange rate of the domestic currency. So this is the way in which usually the exchange rate fluctuate, sometimes in future 2026 or 2028, it may reach 100 rupees per dollar. Okay, 100 rupees per dollar. So this is the exchange rate system, it is called a floating exchange rate system. In this exchange rate system, who determines the exchange rate? The market determines. All the people who comes to the market, who demand dollar and supply dollar, will determine the exchange rate, and such an exchange rate system is called a flexible exchange rate system or floating exchange rate system. This is exact, okay, which is called എന്താണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഓർ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. പിടിയിട്ടില്ലോ, അതാണ് ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ്. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞില്ല. എക്സ്ചേഞ്ച് റേറ്റ് മാർക്കറ്റ് തീരുമാനിക്കും, മാർക്കറ്റ് ഫോഴ്സ് തീരുമാനിക്കും. അങ്ങനെയുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തെയാണ്. ആ എക്സ്ചേഞ്ച് റേറ്റ് ഭയങ്കര കൂടുകയും കുറയൊന്നുമില്ല, ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യില്ല. കാരണം അതിനനുസരിച്ച് ആവശ്യത്തിന് സപ്ലൈ കാണും, അവിടെ ഉണ്ട് മിക്ക രാജ്യത്തും അങ്ങനെ ഓട്ടോമാറ്റിക്കും. പിന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നമ്മുടെ ടോപ്പിക്കിൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ട് അവിടെ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയാണ് പഠിക്കുന്നത്. ആക്ച്വലി വി ആർ നോട്ട് സ്റ്റഡിങ് തിയറി, ബട്ട് എ ലിറ്റിൽ ബിറ്റ് ഓഫ് തിയറീസ് ഈസ് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് ഇന്ത്യൻ ഇക്കോണമി, വാട്ട് ഈസ് ഹാപ്പനിങ്, ദി തിയറീസ്, not the developments, etc. So we are coming to last concept in this today's class, that is called managed floating or intermediate exchange rate system, where actually the exchange rate is determined in the open market. But when extreme fluctuation comes, the RBI makes intervention by selling dollar when there is high depreciation. Similarly, the RBI will purchase dollar, dollar when there is appreciation from 75 rupees to 50 rupees. In that situation, the export will come down, import will go up. That is an undesirable situation for an economy. So the RBI will intervene by purchasing dollar. So this is the nature of this, a type of intervention made by RBI in recent days, over the last 15 or 20 years, in India. അപ്പോൾ ഇന്ത്യയിലെ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വരെ മാനേജ്ഡ് ഫ്ലോട്ടിംഗ്. അതിൻ്റെ പ്രത്യേകത അറിയാം, എക്സ്ചേഞ്ച് റേറ്റ് ബേസിക്കലി മാർക്കറ്റാണ് തീരുമാനിക്കുക. പക്ഷേ എക്സ്ട്രീം ഫ്ലക്ച്വേഷൻ 75 to 85 ലൈക്ക് ദാറ്റ്, ഇൻ ദാറ്റ് കേസ് RBI വിൽ ഇൻ്റർവ്യൂ. എങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്? ഡോളർ വിൽക്കും, ഇങ്ങോട്ട് ഡോളർ കൊടുക്കും. ഡോളർ ഇല്ലാത്തതുകൊണ്ടാണല്ലോ 85 രൂപയ്ക്ക് ഒരു ഡോളറിലേക്ക് വില കൂടിയത്. ഇനി 75-50 RBI പോയി ഡോളറെല്ലാം കൂടെ മേടിച്ചിട്ടുള്ളൂ. ഡോളറിന് ഡിമാൻഡ് കൂട്ടി, പിന്നെ 50 തിരിച്ച് 75 ഡോളർ മേടിക്കാൻ വേണ്ടി RBIയിലും ഇഷ്ടംപോലെ ഡോളറിൻ്റെ വില പിന്നെയും കൂടും. പിന്നെയല്ല 50 പയ്യെ കൂടും, പിന്നെ 75 വരും. അങ്ങനെ RBI ഇങ്ങനെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് സൂക്ഷിച്ച് വെക്കും. ഇപ്പോൾ ഇന്ത്യയിൽ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് $603 ബില്യൺ കഴിഞ്ഞ ആഴ്ച. $603 ബില്യൺ എന്തോരാണെന്ന് നമ്മൾ പറഞ്ഞാൽ, നേരത്തെയൊക്കെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് നടക്കുമ്പോൾ $1 ബില്യണേ ഉള്ളായിരുന്നു 1991. ഇപ്പോൾ $600 ബില്യൺ RBIയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന് സൂക്ഷിച്ച് വെച്ചേക്കുന്ന എവിടുന്ന? RBI പുറത്തുനിന്ന് മേടിച്ചാണ്. അല്ല, ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിന് ഓരോ ദിവസം ഓരോ പ്രാവശ്യം എപ്പോഴൊക്കെ അപ്രീസിയേഷൻ നടക്കും അപ്പോഴൊക്കെ അപ്പോൾ ഡോളർ മേടിക്കുക. കാരണം എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത്? നമുക്ക് ട്രേഡ് എക്സ്പോർട്ട് കൊണ്ടല്ലോ, FD ഉണ്ട്, FP ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലേക്ക് ഇഷ്ടംപോലെ ഡോളർ കിട്ടും. അതൊക്കെ RBI പോയി മേടിക്കും, എന്നിട്ട് ഒരു റിസർവ് ഉണ്ടാക്കും. അതിൻ്റെ പേരാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ഓക്കെ, സോ ഇന്ത്യസ് റിസർവ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അറ്റ് പ്രസന്റ് ഈസ് നോൺ ആസ് വാട്ട്? മാനേജ്ഡ് ഫ്ലോട്ടിംഗ്. Okay, so that is all about today's class, and it was about what exchange rate system.